ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ജനപ്രിയരായ താരങ്ങളിൽ ഒരാളായ സഞ്ജു തന്റെ കരിയറിലെ ഏറ്റവും സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. T20 ലോകകപ്പിലെ ഇന്ത്യയുടെ കിരീടധാരണത്തിൽ നിർണായക പങ്കുവഹിച്ച സഞ്ജു ഇപ്പോൾ IPL ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞക്കുപ്പായത്തിലും വിസ്മയം തീർക്കുകയാണ്. ചെന്നൈക്കായി ഈ സീസണിൽ ആദ്യ സെഞ്ചുറി കുറിച്ച സഞ്ജുവിന്റെ ബാറ്റിംഗ് സമീപനത്തെക്കുറിച്ച് മുൻ ഇന്ത്യൻ താരം സഹീർ ഖാൻ നടത്തിയ വിശകലനം ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. സഞ്ജു എന്ന ബാറ്റിംഗ് പ്രതിഭയിൽ നിന്നും സഞ്ജു എന്ന വിശ്വസ്തനായ മാച്ച് വിന്നറിലേക്കുള്ള പരിവർത്തനമാണ് സഹീർ ഖാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നിരയിലെ ഏറ്റവും വലിയ ആകർഷണമായിരുന്നു സഞ്ജു. എന്നാൽ ടൂർണമെന്റിന്റെ തുടക്കത്തിൽ സഞ്ജുവിന് പ്രതീക്ഷിച്ച തുടക്കമായിരുന്നില്ല ലഭിച്ചത്. ആദ്യ 3 മത്സരങ്ങളിൽ യഥാക്രമം 6, 7, 9 എന്നിങ്ങനെ ചെറിയ സ്കോറുകൾക്ക് പുറത്തായതോടെ സഞ്ജുവിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങി. സ്ഥിരതയില്ലാത്ത താരമെന്ന പഴയ ലേബൽ വീണ്ടും സഞ്ജുവിന് മേൽ ചാർത്താൻ പലരും ശ്രമിച്ചു. എന്നാൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ 4ാം മത്സരത്തിൽ സഞ്ജു ഇതിനെല്ലാം ബാറ്റുകൊണ്ട് മറുപടി നൽകി. 115 റൺസുമായി പുറത്താകാതെ നിന്ന സഞ്ജു ഈ സീസണിലെ ആദ്യ സെഞ്ചുറി സ്വന്തം പേരിലാക്കി. ആ ഇന്നിംഗ്സിൽ സഞ്ജു കളിച്ച ഷോട്ടുകളും ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാൻ കാണിച്ച ക്ഷമയുമാണ് സാഹിർ ഖാനെ പോലുള്ള വിദഗ്ധരെ അമ്പരപ്പിച്ചത്. തൊട്ടടുത്ത മത്സരത്തിൽ 48 റൺസ് കൂടി നേടിയതോടെ സഞ്ജു തന്റെ ഫോം വെറും ആകസ്മികമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ക്രിക്ക് ബസിന്റെ വിശകലന പരിപാടിയിൽ സംസാരിക്കവേ സഹീർ ഖാൻ സഞ്ജുവിന്റെ ബാറ്റിംഗ് പരിവർത്തനത്തെ 3 പ്രധാന വശങ്ങളായി തിരിച്ചാണ് വിശകലനം ചെയ്തത്. സഞ്ജു എന്നും ഒരു നാച്ചുറൽ സിക്സർ ഹീറ്റർ ആയിരുന്നു. മുൻകാലങ്ങളിൽ സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലി ഓരോ പന്തിലും സിക്സറിന് ശ്രമിക്കുക എന്നതായിരുന്നു. ഇത് പലപ്പോഴും അദ്ദേഹത്തിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നതിന് കാരണമായി. എന്നാൽ ഇപ്പോൾ സഞ്ജു ബാറ്റിംഗിൽ വലിയ പക്വത കാണിക്കുന്നു. സഞ്ജു ഇപ്പോൾ സിക്സറുകൾക്ക് പിന്നാലെ മാത്രം ഓടുന്നില്ല, മറിച്ച് കൂടുതൽ ഫോറുകൾ അടിക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നതെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഗ്രൗണ്ട് ഷോട്ടുകളിലൂടെയും ക്യാപ്പുകൾ കണ്ടെത്തിയും സ്കോർ ഉയർത്തുന്നത് താരത്തെ കൂടുതൽ സുരക്ഷിതമായ ഇന്നിംഗ്സുകൾ സമ്മാനിക്കുന്നുണ്ട്. റിസ്ക് കുറഞ്ഞ ക്രിക്കറ്റ് കളിക്കുമ്പോഴും സഞ്ജു തന്റെ സ്ട്രൈക്ക് റേറ്റ് കുറച്ചിട്ടില്ല എന്നതാണ് അത്ഭുതകരമായ വസ്തുത. 172.89 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുമ്പോഴും അനാവശ്യമായ പന്ത് വായുവിൽ ഉയർത്തി അടിക്കാൻ സഞ്ജു മുതിരുന്നില്ല. ബാറ്റ് ബോൾ വരുമ്പോൾ മാത്രം ആക്രമിക്കുകയും നല്ല പന്തുകളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ശൈലി സഞ്ജുവിനെ കൂടുതൽ അപകടകാരിയാക്കും. ഈ നിയന്ത്രിതമായ ആക്രമണം എതിർ ബൗളർമാരുടെ ആത്മവിശ്വാസം നൽകുന്നതാണ്. മുൻപ് 20-30 റൺസുകൾ പെട്ടെന്ന് നേടിയ ശേഷം പുറത്താകുന്ന സഞ്ജുവിനെ അല്ല ഇപ്പോൾ കാണുന്നത്. താൻ ക്രീസിൽ ഉണ്ടെങ്കിലും ടീം സുരക്ഷിതമായ സ്കോറിൽ എത്തുമെന്ന് ഉറപ്പാക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട്. ബാറ്റിംഗ് ഓർഡറിൽ ഏത് സ്ഥാനത്ത് തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ടീമിന് പൂർണ്ണമായും ആശ്രയിക്കാവുന്ന ഒരു താരമായി സഞ്ജു മാറിയെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. IPL 2026 റൺവേട്ടക്കാരുടെ പട്ടികയിൽ സഞ്ജുവിന്റെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. 5 ഇന്നിംഗ്സുകളിൽ നിന്നും 186 റൺസ്, ശരാശരി 67.66 എന്ന അവിശ്വസനീയമായ ആവറേജ്, സ്ട്രൈക്ക് റേറ്റ് 172.89, ഉയർന്ന സ്കോർ 115. നിലവിൽ ഓറഞ്ച് ക്യാപ്പ് പട്ടികയിൽ 9ാം സ്ഥാനത്താണ് സഞ്ജു. ചെന്നൈ ടീമിലെ ടോപ്പ് സ്കോറർ കൂടിയായ അദ്ദേഹം ടീമിനെ പ്ലേ ഓഫ് പ്രതീക്ഷകളിൽ നയിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. മലയാളി ക്രിക്കറ്റ് ആരാധകർക്ക് സഞ്ജു ഒരു താരം മാത്രമല്ല, ഒരു വികാരമാണ്. ചെന്നൈ സൂപ്പർ കിങ്സിലും കേരളത്തിലും വലിയ ജനപ്രീതി നേടാൻ സഞ്ജുവിന്റെ സാന്നിധ്യം സഹായിക്കുന്നുണ്ട്. സഞ്ജു ബാറ്റ് ചെയ്യുമ്പോൾ യെല്ലോ ആർമിയിലെ മലയാളി സാന്നിധ്യം സ്റ്റേഡിയങ്ങളിൽ പ്രകടമാണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമാറ്റുകളിൽ ഒന്നായ T20 ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി സഞ്ജുവിനെ പരിഗണിക്കുന്നതിൽ ഈ പ്രകടനം വലിയ പങ്കുവഹിക്കും. വരാനിരിക്കുന്ന ഹൈദരാബാദിനെതിരായ മത്സരം സഞ്ജുവിനും ചെന്നൈക്കും നിർണായകമാണ്. ഹൈദരാബാദിലെ ബാറ്റിംഗ് അനുകൂലമായ പിച്ചിൽ സഞ്ജുവിന് കൂടുതൽ റൺസ് കണ്ടെത്താൻ കഴിയുമെന്ന് സഹീർ ഖാൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. സഞ്ജുവിന്റെ മാറുന്ന ശൈലി ഹൈദരാബാദിന്റെ ബൗളിംഗ് നിരയ്ക്ക് വലിയ വെല്ലുവിളിയാകും. നായകൻ ഋതുരാജിനൊപ്പം സഞ്ജു കൂടി ചേരുമ്പോൾ ചെന്നൈയുടെ ബാറ്റിംഗ് നിര ലോകോത്തരമാകുന്നു. സഞ്ജു എന്ന ക്രിക്കറ്ററുടെ കരിയറിലെ 2ാം ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാറ്റിംഗ് സമീപനത്തിൽ അദ്ദേഹം വരുത്തിയ മാറ്റം കേവലം റൺസുകൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് കൂടുതൽ പക്വതയുള്ള ഒരു മാച്ച് വിന്നറാകാൻ വേണ്ടിയുള്ളതാണ്. സഹീർ ഖാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ സിക്സറുകളിൽ നിന്നും ഫോറുകളിലേക്കും അശ്രദ്ധയിൽ നിന്നും അച്ചടക്കത്തിലേക്ക് മാറിയ സഞ്ജു ഇപ്പോൾ ഏതൊരു ടീമും ഭയപ്പെടുന്ന ബാറ്റിംഗ് മെഷീനായി മാറിയിരിക്കുകയാണ്. ഈ IPL സീസൺ അവസാനിക്കുമ്പോഴും സഞ്ജു തന്റെ കരിയറിലെ ഏറ്റവും മികച്ച റെക്കോർഡുകൾ സ്വന്തം പേരിലാക്കുമെന്നതും ഉറപ്പാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കിരീട പോരാട്ടത്തിൽ സഞ്ജു തന്നെയായിരിക്കും ഏറ്റവും വലിയ തുറുപ്പുചീട്ട്.